കേരളത്തിൽ രണ്ടിടത്താണ് കോൺഗ്രസ് തോൽവി രുചിച്ചത്, തൃശൂരിലും ആലത്തൂരും. അതിൽ തൃശൂരിലെ തോൽവി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതികഠിനമാണ്. കടുത്ത തോൽവിയുടെ ചൂടാറും മുൻപേ തമ്മിൽ തല്ലും, പോലീസ് കേസും, പോസ്റ്റർ യുദ്ധവും. തൃശൂരിലെ കോൺഗ്രസ് ചില്ലറ തലവേദനയല്ല നേതൃത്വത്തിനുണ്ടാക്കുന്നത്. പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയ കൂട്ടത്തല്ലിൽ മുഖം നോക്കാതെയുള്ള നടപടിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം. കെ കരുണാകരന്റെ തട്ടകത്തിൽ മകൻ മുരളീധരൻ 3ാം സ്ഥാനത്ത്. തോൽപ്പിച്ചത് സ്വന്തം നേതാക്കളാണെന്ന് പാർട്ടിക്കകത്തും പുറത്തും മുറുമുറുപ്പ്. നാണക്കേടിന്റെ നെറുകയിൽ നിൽക്കുന്നതിനിടെ പാർട്ടി ഓഫീസിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൂട്ടത്തല്ല്. DCC സെക്രട്ടറിയുടെ കുത്തിയിരിപ്പ് സമരം. പാർട്ടി ജില്ലാ അധ്യക്ഷനെതിരെ പോലീസ് കേസ്. പ്രതിസന്ധിയുടെ നടുക്കടലിലാണ് തൃശൂരിലെ കോൺഗ്രസ്. ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന തൃശൂരിൽ പാർട്ടിയെ നേർവഴി നടത്താൻ ദേശീയ നേതൃത്വത്തിന് വടിയെടുക്കേണ്ടി വരുന്നു. ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ടുള്ള ശുദ്ധികലശമാണ് പാർട്ടി ആലോചിക്കുന്നത്. KPCC അധ്യക്ഷൻ കെ സുധാകരൻ നാളെ ജില്ലയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും. KPCCയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് ഹൈക്കമാൻഡ് തന്നെ എന്ത് നടപടി വേണമെന്ന് നിർദ്ദേശിച്ചേക്കും. തൽക്കാലത്തേക്ക് ജില്ലയുടെ ചുമതല മുതിർന്ന സംസ്ഥാന നേതാവിനെ ഏൽപ്പിച്ചേക്കും. ബെന്നി ബെഹനാന്റെ പേരാണ് നേതൃത്വത്തിന്റെ പരിഗണനയിലുള്ളത്. അതെല്ലാം വരും, നടപടിയും വരും, എല്ലാ പടിയും വരും. തമ്മിൽ തല്ലും ഏറ്റുമുട്ടലും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കെ മുരളീധരന് തന്നെ രംഗത്തിറങ്ങേണ്ടി വന്നു. പാർട്ടി ഒറ്റക്കെട്ടായില്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെയും അത് ബാധിക്കുമെന്ന് കെ മുരളീധരൻ. ഇലക്ഷൻ മത്സരിക്കാനുള്ള മൂഡ് എനിക്കില്ല. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ഒരാലോചന എൻ്റെ മുമ്പിൽ ഇപ്പോഴില്ല. എന്നാൽ നാളെ ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ വരുമ്പോൾ ഞാൻ ഉണ്ടാവും പ്രവർത്തകർ, കാരണം അത് പ്രവർത്തകരുടെ ഇലക്ഷനാണ്. അതിന് ഞാൻ സജീവമായിട്ടുണ്ടാവും. 110ഓളം സീറ്റുകളിൽ കോൺഗ്രസ് UDF 1ാം സ്ഥാനത്ത് എത്തുകയും ചെയ്ത സാഹചര്യത്തിൽ സുധാകരനെ മാറ്റാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. നേതൃത്വം ഇടപെടുന്നുണ്ടെങ്കിലും തൃശൂരിലെ പോരിന് കുറവ് വന്നിട്ടില്ല. MP വിൻസെന്റിനെതിരെയും അനിൽ അക്കരയ്ക്കെതിരെയും ഇന്നും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. DCC അധ്യക്ഷൻ ജോസ് വള്ളൂർ ഉൾപ്പെടെ 20 പേർക്കെതിരെ കേസെടുത്തു. DCC സെക്രട്ടറി സജീവൻ കുര്യച്ചിറയുടെ പരാതിയിലാണ് കേസ്. അന്യായമായി സംഘം ചേർന്ന് തടഞ്ഞുവെച്ചു എന്നതാണ് പരാതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ മിന്നും വിജയത്തിന്റെ ശോഭ കെടുത്തിയ തൃശൂരിലെ തമ്മിലടിയിൽ വലിയ അമർഷത്തിലാണ് താഴെത്തട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ. റിപ്പോർട്ടർ, തിരുവനന്തപുരം. തൃശൂരിൽ നിന്ന് അർജുൻ മട്ടന്നൂരുണ്ട് വിവരങ്ങളുമായി. അർജുൻ, നാളെ KPCC പ്രസിഡന്റ് തന്നെ ജില്ലയിൽ എത്തുന്നുണ്ട്. ഒരു മുതിർന്ന നേതാവിന് DCCയുടെ ചുമതല നൽകിയേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നു. വടിയെടുക്കുകയാണോ നേതൃത്വം? വിനീത വേണു, തീർച്ചയായും അതെ. ഈ തിരഞ്ഞെടുപ്പിൽ UDF കേരളത്തിൽ നേടിയ വിജയത്തിന്റെ ശോഭ കെടുത്തുന്നതാണ് തൃശൂരിലെ മുരളീധരന്റെ പരാജയവും അതിനുശേഷമുണ്ടായ സംഭവ വികാസങ്ങളും. തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ പോസ്റ്റർ യുദ്ധവും വാക്പോരുമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഒടുവിൽ അത് കയ്യാങ്കളിയിലും തമ്മിൽ തല്ലിലും എത്തി. അത് പോലീസ് കേസുമായിരിക്കുന്നു. എന്തായാലും നാളെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ നേരിട്ട് ജില്ലയിലെത്തി ഈ നേതാക്കളുടെയും മറ്റും പരാതിയും പരിഭവവും കേൾക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഒരു കടുത്ത നടപടിയിലേക്ക് കടക്കാനാണ് സാധ്യത. സ്വാഭാവികമായും ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ടുള്ള കടുത്ത നടപടിയിലേക്ക് തന്നെയായിരിക്കും നേതൃത്വം നീങ്ങുന്നത് എന്നാണ് സൂചനകൾ. മാത്രവുമല്ല, ഒരു മുതിർന്ന നേതാവിനെ ചുമതല ഏൽപ്പിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അത് ചാലക്കുടി MP കൂടിയായ ബെന്നി ബെഹനാൻ ചുമതല ഏൽപ്പിക്കാനാണ് സാധ്യത. നേരത്തെ മുൻപും ബെന്നി ബെഹനാൻ തൃശൂർ ജില്ലയുടെ DCC പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അത്തരമൊരു നീക്കത്തിലേക്ക് നേതൃത്വം കടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വാക്പോര് തുടരുകയാണ്. അതിനിടയിൽ പോസ്റ്റർ യുദ്ധവും തുടരുകയാണ്. 4ാം തീയതി റിസൾട്ട് വന്നതിന് പിന്നാലെ 5ാം തീയതി രാവിലെ മുതൽ തൃശൂരിൽ നേതാക്കൾക്കെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നു. ഇന്നും ഈ പതിവ് തെറ്റിച്ചിട്ടില്ല. ഇന്ന് രാവിലെയും തൃശൂർ പ്രസ് ക്ലബിന് മുൻപിൽ MP വിൻസെന്റിനെതിരെയും അതോടൊപ്പം അനിൽ അക്കരയ്ക്കെതിരെയും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. അതോടൊപ്പം തന്നെ ഒരു DCC സെക്രട്ടറിയുടെ പരാതിയിൽ DCC പ്രസിഡന്റും 3 DCC സെക്രട്ടറിമാരും ഉൾപ്പെടെ 20 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്നൊരു കാര്യത്തിനും തൃശൂർ കോൺഗ്രസ് നേതൃത്വം സാക്ഷിയായി. ഇന്നലെ നടന്ന കയ്യാങ്കളിയിലാണ് ഈസ്റ്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. പക്ഷേ DCC പ്രസിഡന്റ്, 3 DCC സെക്രട്ടറിമാർ, അതോടൊപ്പം തന്നെ പ്രവർത്തകരടക്കം 20 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അതിനിടയിലാണ് കെ മുരളീധരൻ അടക്കമുള്ളവർ ഈ തമ്മിൽ തല്ലും വാക്പോരും പോസ്റ്റർ യുദ്ധവും നിർത്തണം എന്ന ആഹ്വാനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും DCC പ്രസിഡന്റിനെയും ജില്ലാ കമ്മിറ്റിയും പൂർണ്ണമായും പിരിച്ചുവിട്ടുകൊണ്ട് പുതിയൊരു നേതൃത്വത്തെ താൽക്കാലികമായെങ്കിലും ചുമതല ഏൽപ്പിക്കുന്ന ഒരു ഫോർമുലയിലേക്കായിരിക്കും നേതൃത്വം കടക്കുക എന്ന സൂചനകൾ തന്നെയാണ് പുറത്തുവരുന്നത്. വിനീത.